ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഒരുപാട് നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. കുറച്ചധികം തന്നെ ആയിപ്പോയി. ഞാൻ ലോങ് വീഡിയോസ് നാട്ടിൽ വന്നിട്ട് കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ തിരിച്ചിപ്പോൾ പോളണ്ടിലോട്ട് പോവുകയാണ്. സോ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ രാവിലെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുന്നേ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വീണ്ടും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര നമ്മൾ മുൻകൂട്ടി സാധനങ്ങൾ മേടിച്ച് വെച്ചാലും ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ അത് മേടിക്കാനാണ് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ. അതെ ഗൈസ്, ഞങ്ങൾ പോവാണ്. 2 മാസത്തെ ലീവ് കണ്ണടിച്ച് തുറന്നപ്പോൾ തന്നെ തീർന്നു. എന്നെ എന്തായാലും നേരെ അവർ സ്മാർട്ട് ബസാറിൽ ഇറക്കിയതിന് ശേഷം വണ്ടിയുടെ പൊല്യൂഷൻ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ അവിടെ വന്നിട്ട് നമുക്ക് നാളെ കൊണ്ടുപോകാനുള്ള അച്ചാറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ ഇതിരുക്കുട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് നാണിപ്പൂവും പഴവും ഒക്കെ മേടിച്ചിട്ട് നേരെ സ്മാർട്ട് ബസാറിൻ്റെ 2nd ഫ്ലോറിലോട്ട് പോയി. എന്തൊക്കെയോ 1-2 കുട്ടി സാധനങ്ങളും കൂടെ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള ആവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ നേരെ ബില്ലിങ്ങിലോട്ട് വന്ന് അവിടെ നിന്ന് എനിക്ക് മുന്തിരി കിട്ടാത്തതുകൊണ്ട് തന്നെ പോകുന്ന വഴി ഒരു ചെറിയ കടയിൽ കയറി ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽക്കൂട്ടിന് അത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ വീട്ടിൽ വന്ന് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞാനും ഇത്തായും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ എടുക്കാൻ. കാരണം രാവിലെ അവർ പോയപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു പൊല്യൂഷൻ ചെയ്യുന്ന കടയിൽ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തീർന്നിട്ട് വേണം എനിക്ക് കുറച്ച് പ്രിന്റ് ഔട്ട്സ് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് ഇനി പിന്നെ നേരെ വീട്ടിൽ പോയി ബാക്കി പാക്കിംഗ് ചെയ്താൽ മതി. ആ നേരം കൊണ്ട് വൈകിട്ടത്തെ കാലാവസ്ഥ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നല്ല മഴയും. ഇനി അടുത്ത കൊല്ലമല്ലേ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീടെത്തിയപ്പോഴത്തേക്കും എൻ്റെ ഉമ്മയും വാപ്പായും എൻ്റെ ആൻറ്റിമാരും കൂടെ അവിടെ ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നെത്തി കുറച്ച് നേരം അവരോടൊക്കെ വിശേഷം പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് തീർന്നതിന് ശേഷം ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ പെട്ടി പാക്കിങ്ങും ചെയ്ത് റാപ്പൊക്കെ ചെയ്തിട്ട് രാത്രി ഞങ്ങൾ വണ്ടിയിലെടുത്ത് വെച്ചു. കാര്യമായിട്ട് എനിക്ക് ആരുടെയും ക്ലിപ്പൊന്നും പിടിച്ചു തീർക്കാൻ പറ്റില്ല. ശരിക്കും ഒരു വ്ളോഗായിട്ട് ചെയ്യണമെന്ന് പോലും എൻ്റെ മനസ്സിൽ ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് തോന്നി ക്ലിപ്പിങ്സ് മാത്രം എടുത്തു വെച്ചു. ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉമ്മ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചതായിരുന്നു. ശരിക്കും ഇത് ഉമ്മയുടെ ഗാർഡനിൽ പിടിച്ചാണ്. അതിന് ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്തിടാനുണ്ട്. അങ്ങനെ അതൊക്കെ സന്തോഷമായിട്ട് അവരോട് കഴിച്ചിട്ട് വെളുപ്പിനെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ പോകാൻ ഇറങ്ങി. ഞങ്ങളൊരു വണ്ടിയിലും ബാക്കി എൻ്റെ ഉമ്മയും വാപ്പയും വേറൊരു വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാക്കി ലഗേജൊക്കെ ആയി ഒരുപാട് സങ്കടം. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഒരുപാട് വിഷമം വരുന്ന കാര്യമാണ്. ശരിക്കും സന്തോഷത്തോടെ അവിടുന്ന് ഫ്ലൈറ്റ് കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവരോട് നല്ലൊരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മെമ്മറി ആയിട്ട് വെക്കാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ ശരിക്കും പൊട്ടിക്കരഞ്ഞു പോയി. ഇമോഷൻസ് ഒക്കെ പുറത്തു വന്നുപോയി. എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ വന്ന് ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ വൈഫൈക്ക് വേണ്ടി ടോക്കൺ എടുത്തെങ്കിലും എന്തോ കാരണം കൊണ്ട് ഞങ്ങൾക്കത് കണക്ട് പോലും ചെയ്യാൻ പറ്റിയില്ല. ഇരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കരയാനാണ്. ലാസ്റ്റ് ടൈം യാത്ര ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാവും ഇവിടെ ഗേറ്റിൻ്റെ അടുത്തുള്ള ടെലിഫോണിനെ കുറിച്ച് ഞാൻ അറിയാതിരുന്നത്. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു നോർമൽ ലോക്കൽ കോളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കോൾ കണക്ട് ആയില്ല. വൈഫൈയും കണക്ട് ആവുന്നില്ലായിരുന്നു, കോളും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ സിമ്മൊക്കെ വീട്ടിലെല്ലാവരും ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഇതിരിപ്പോൾ കരയും. ഭാഗ്യത്തിനേക്കാട് പോളണ്ട് നമ്പറിൽ ഞങ്ങൾക്ക് ഇന്റർനാഷണൽ റോമിംഗ് ഉള്ളതുകൊണ്ട് അവർ വിളിച്ച് അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ചെക്കിംഗ് കഴിഞ്ഞു, ഗേറ്റിൻ്റെ അടുത്താണ്, ബോർഡിംഗ് തുടങ്ങിയെന്നൊക്കെ. ഞങ്ങൾ വന്നതുപോലെ തന്നെ തിരിച്ചും ഞങ്ങൾ ഒമാനെയറും ലുഫ്താൻസ വഴിയാണ് പോളണ്ടിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഇവിടുന്ന് മസ്കറ്റിൽ നിന്ന് ജർമ്മനി, പിന്നെ അവിടെ നമ്മുടെ ക്രാക്ക്. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ലഗേജ് ഡ്രോപ്പ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സമയം എടുത്തു. കാരണം ഓൾറെഡി ഞങ്ങളുടെ ടിക്കറ്റിലും പിന്നെ ഞങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് കൺഫേം ചെയ്തപ്പോഴും അവർ പറഞ്ഞത് ഇതിരുക്കുട്ടന് 7 kg ഹാൻഡ് ബാഗേജും പിന്നെ അല്ലാതെ 10 കിലോ ലഗേജും ആണെന്നാണ്. പക്ഷെ അവിടെ കൗണ്ടറിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞില്ല 10 കിലോയേ ഉള്ളൂ. എന്നിട്ട് ഒരുപാട് വട്ടം ഞങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് അവർ ഞങ്ങളുടെ ഹാൻഡ് ലഗേജിൽ ഒരു ബാഗ് വേണമെങ്കിൽ ലഗേജിൻ്റെ കൂടെ വിട്ടിട്ട് ബാക്കി സാധനങ്ങൾ കൈക്കൊണ്ടാകും. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഹറിബറി എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. കാരണം ഞങ്ങളുടെ ബാക്കിൽ ഇനിയും ആൾക്കാരുണ്ട്, ടൈം പൊക്കോണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിൽക്കൂടെ ഇതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല അവൻ നാട്ടിൽ നിന്ന് പോയി. ഇനി അവന് അടുത്ത കൊല്ലം മാത്രമേ എല്ലാവരെയും കാണാൻ പറ്റൂ. അവൻ എന്തായാലും നല്ലൊരു കുട്ടിയായിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ജേർണിയിൽ ശരിക്കും വരുന്നത്. അവൻ ഉറക്കം എല്ലാം നാട്ടിലത്തെ ടൈമിൻ്റെ അക്കോർഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ സമയത്തൊക്കെ അവൻ നാട്ടിൽ എണീക്കും. അവനെ ഫോണൊക്കെ കൊടുത്ത്, കാരണം ഈ സമയത്ത് നമ്മൾ സ്ക്രീൻ ടൈം കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് നല്ല ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുമാത്രമല്ല ഈ ഒരു ഫ്ലൈറ്റിൽ ഒരു കാര്യം കൂടി എടുത്ത് പറയണം. ലഗേജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം വന്നെങ്കിലും ഞങ്ങൾ അവിടുത്തെ നിന്ന് സ്റ്റാഫിനോട് ചോദിച്ചു ഏതെങ്കിലും റോ ഫ്രീ ആണ്, ഞങ്ങൾക്ക് ബേബി ആയിട്ട് ഇരിക്കാനാണ്, ഞങ്ങളുടെ കൂടെയുള്ള പാസഞ്ചേഴ്സിൻ്റെ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് എന്തൊക്കെ ചോദിച്ചപ്പോൾ വളരെ പൊലൈറ്റായിട്ട് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് അവിടെ നിന്ന് സ്റ്റാഫ് ഞങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് ഈ ഒരു റോ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആ സ്റ്റാഫ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞങ്ങൾ ശരിക്കും നന്ദി പറയുന്നുണ്ട്. കാരണം അങ്ങനെ തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. ഇതിൽ കൂടെ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ആ ഒരു ജേർണിയിൽ കംപ്ലീറ്റ് ആയിട്ടിരുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി വിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന നേരം കൊണ്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എഗ് പൊട്ടറ്റോ വെഡ്ജസ്, പിന്നെ ഒരു
നമ്മുടെ ചെന്നൈയിലെ അതിൻ്റെ ഒരു ബോയിൽ വേർഷനും ഫ്രൂട്ടും ബൺ ജാം അതിൻ്റെ കൂടെ നമുക്ക് ടീ കോഫി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വയറുന്നേരം ഫുഡൊക്കെ കഴിച്ചു. ഇതിൽക്കൂട്ടം നല്ല ആക്റ്റീവ് ആയിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവൻ അലമ്പാക്കുമെന്ന്. കൂട്ടത്തിൽ ഞങ്ങൾ ബേബി ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ കാണുന്നൊരു ഫ്രൂട്ട് മിക്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൽക്കൂട്ടം ഞങ്ങൾ അതൊക്കെ കൊടുത്തു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വയറുന്നേരം കഴിച്ചിട്ടുണ്ട്. അവന് പിന്നെ കളിക്കാൻ ആ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ബോക്സ് തന്നെ മതിയായിരുന്നു. അവന് പിന്നെ ടോയ്സിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. കാരണം അവൻ കൈ കിട്ടുന്നതെല്ലാം അവൻ ടോയ് പോലെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ആൾ നല്ല രീതിയിൽ ടയർഡായപ്പോൾ അടുത്ത ഉറക്കത്തിലോട്ട് പോയി. എന്നിട്ട് ഞാൻ പതിയെ വിൻഡോയുടെ പുറത്ത് നോക്കിയപ്പോൾ നമ്മൾ മസ്കറ്റിലോട്ട് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സമയം പോകാൻ വേണ്ടി ആ സമയത്ത് യെ ജവാനി ഹേ ദീവാനി മൂവിയും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്, എന്നാലും നമ്മുടെ സമയമൊക്കെ പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതാ മസ്കറ്റിൽ ഒരു കുഴപ്പവും ഇല്ലാതെ അൽഹംദുലില്ലാഹ് സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും വീട്ടുകാരെ വിളിച്ച് അറിയിച്ചായിരുന്നു ഞങ്ങൾ സേഫായിട്ട് എത്തി, ഇനി അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലൂടെ ഡ്രസ്സൊക്കെ മാറി ഇവിടെ മസ്കറ്റിൽ അത്യാവശ്യം ഞങ്ങൾക്ക് ഒരു 3-4 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൽക്കൂട്ടനെ ഒന്ന് ഫ്രഷ് ഒക്കെ ആക്കി ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഒരു സ്ട്രോളറും പിന്നെ ഞങ്ങളുടെ ഹാൻഡ് ലഗേജ് വെക്കാൻ ഒരു ട്രോളിയൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഒരുപാട് ലേ ഓവർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിലൊന്നും കയറിയതായിരുന്നു. എല്ലാത്തിനും നല്ല ഓഫേഴ്സ് ഉണ്ട്. പിന്നെ കയ്യിൽ സാധനങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് വെറുതെ ഒന്നും മേടിക്കുന്നില്ല. ഹായ് ഇതിൽക്കൂട്ട. പിന്നെ ഇതിൽക്കൂട്ടനെ സ്ട്രോളറൊക്കെ വെച്ച് ഇതിൽക്കൂട്ട മിസ് ചെയ്യുന്ന എല്ലാവരെയും ഇതിരോ മിച്ച് ചെയ്യുന്ന ഇതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല ഇതിൽ പോയി എന്നുള്ളത്. ഒമാനിൽ വന്നിട്ട് ഒമാൻ ചിപ്സ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം കൂടെ സാധിച്ചു. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ ഇത് ഞാൻ ഇന്ന് മസ്കറ്റിൽ ഡ്യൂട്ടി ഫ്രീയിൽ കണ്ടപ്പോൾ അതങ്ങ് ഒരെണ്ണം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ മാക്ഡി വന്നിരുന്നിട്ടുണ്ട്. കാരണം നല്ല വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എന്തോ ചെയ്ത് മാക്ഡി കയറി 2 ബർഗറും പിന്നെ ഇതിൽക്കൂട്ട് തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ചിട്ട് അവിടെ കഴിച്ചതിന് ശേഷം അടുത്ത ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്ന അപ്പോഴത്തേക്കും സമയമായി. അങ്ങനെ ഞങ്ങൾ നേരെ വന്ന് ഗേറ്റിൻ്റെ അടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ക്യൂ നിന്ന് ഞങ്ങൾ താഴെ പോയിട്ട് വീണ്ടും ഒരു ഏകദേശം അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അരമണിക്കൂറല്ല, 1 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന നേരത്തെ നമ്മുടെ ഇതിൽക്കൂട്ടിന് വീണ്ടും വിശന്നപ്പോൾ അവൻ നേരെ അവൻ്റെ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി. അവന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അധികം തന്നെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഇനി അവൻ വേറെ ഒന്നും കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് നല്ല പാടായിരിക്കും. വിശന്നിട്ട് അവൻ കിടന്ന് കഴിയാൻ ഇതിൽക്കൂട്ടൻ ഒന്നും റിയലൈസ് ചെയ്യാതെ ഒരുപാട് ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഞങ്ങളുടെ കൂടെയുള്ള കോ പാസഞ്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്തൊക്കെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലൈറ്റ് ഇതായിപ്പോൾ ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻകൂട്ടി ഇതിലൊരു സീറ്റ് ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പോൾ തോന്നിയത് നഷ്ടമാണെന്ന്. കാരണം ഈ ഫ്ലൈറ്റ് അത്രയ്ക്ക് ഓവർ ബുക്ക്ഡ് ഒന്നും അല്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, 7,000 രൂപ അങ്ങനെ പോയി. ഇതിൽക്കൂട്ടം ഞങ്ങളുടെ കോ പാസഞ്ചറായിട്ട് നല്ല കമ്പനിയായെന്ന് തോന്നുന്നു. കാരണം അവൻ ആ ലേഡിക്ക് ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവരാണെങ്കിൽ തിരിച്ച് അവനൊരു പേപ്പർ ബോട്ടൊക്കെ ഗിഫ്റ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് കലാപരിപാടികൾ അങ്ങനെ നടന്നു. അതിനുശേഷം ഞങ്ങളുടെ മീല് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീലിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ബിരിയാണി ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി വിശന്നിരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ആയിരുന്നു. കൂട്ടത്തിൽ ബാക്കി ആസ് യൂഷ്വൽ നമുക്ക് വെജീസ് ഡെസേർട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഇതിൽക്കൂട്ടൻ ആ ബോട്ട് വെച്ചിരുന്ന കംപ്ലീറ്റ് കളിയായിരുന്നു. ഇതൊരു കാര്യമായിട്ടിരുന്ന ആ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ അവൻ ആ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് എന്തൊക്കെ അവൻ എടുക്കാൻ പറ്റും അതെല്ലാം അവൻ വന്നുള്ളിൽ പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു. അവൻ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ഒരു ധാരണയില്ല. ഞാൻ അവനെ ഇങ്ങനെ വാച്ച് ചെയ്യാൻ അവൻ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്. ഇതിൽക്കൂട്ടൻ ഒരു സൈഡിലിരുന്ന അവൻ്റെ കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാനൊരു മലയാള സിനിമയും പിന്നെ നമുക്ക് നേരത്തെ നമ്മുടെ മീലിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡെസേർട്ട് ഞാൻ ഇപ്പോഴായിരുന്നു കഴിച്ചത്. നല്ല അടിപൊളി ചോക്ലേറ്റ് മോസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞങ്ങൾ ആ സമയത്ത് ഇതിനും കൂടെ മീൽ പറഞ്ഞതുണ്ട്. അതിലുണ്ടായിരുന്ന സ്വീറ്റും ശരിക്കും ഞാനാണ് കഴിച്ചത്. പിന്നെ വീണ്ടും കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ സെക്കൻഡ് മീൽ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇത് 7 hours ഫ്ലൈറ്റ് ആണ്. സോ സെക്കൻഡ് മീലിലായിരുന്നു വൺ കോമഡി. കാരണം അവർ ഈ ഒരു മീലിൽ നമുക്ക് ഒമാൻ ചിപ്സ് തന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അവർ ആ ഒമാൻ ചിപ്സ് തീർക്കാൻ വേണ്ടി വീണ്ടും നമ്മളിത് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഇനിയും വേണോ? ഞാൻ ഇപ്പോൾ ആലോചിക്കായിരുന്നു എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഞാൻ മസ്കറ്റ് ഡ്യൂട്ടി ഫ്രീയിൽ അത്രയും കാശ് മുടക്കിയ ഒരു ഒമാൻ ചിപ്സിൻ്റെ ബോക്സ് തന്നെ മേടിച്ചത്. പിന്നെ അതുമാത്രമല്ല ഇതിൽക്കൂട്ടനും ഒമാൻ ചിപ്സ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനും ഞാനും കട്ടയ്ക്കിരുന്ന് ഒമാൻ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി മത്സരമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ആ ഒമാൻ ചിപ്സ് ഒന്ന് കഴിച്ച് തീർക്കാൻ. പിന്നെ ഞങ്ങൾ കിട്ടിയ ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ മഫിൻസ് ഉണ്ടായിരുന്നു. ഇതിൽ കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു.
നമ്മളിപ്പോൾ കണ്ട ആ ഒരു സ്കൈയുടെ വ്യൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് ക്യാപ്ചർ ചെയ്ത് കാണിച്ചത്. എന്തൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ആ ബ്ലൂ സ്കൈയും നമ്മുടെ ക്ലൗഡ്സും കൂടെ കാണാൻ. പിന്നെ നമ്മുടെ ഇതിർക്കുട്ടൻ ഞങ്ങൾ മൂവി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ ഡൗൺലോഡഡ് കാർട്ടൂൺസ് കണ്ടും അവൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പതിയെ പതിയെ നമ്മൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിൽ. എന്നിട്ട് ഇനി വേണം ഇവിടെ നിന്ന് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിച്ച് നമുക്ക് ക്രാക്കോയിലോട്ട് പോകാൻ. ഇവിടെ ജർമ്മനി ലാൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ടെർമിനൽ ചേഞ്ച് ഉണ്ട്. ലാസ്റ്റ് ടൈം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ഷട്ടിൽ എടുത്തിട്ട് വേണം ഈ ഒരു ടെർമിനൽ ചേഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ കൂടെ എത്തി 2 ബസ്സും പിടിക്കണം. ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് ഈ ഒരു ടെർമിനൽ ചേഞ്ച്. നമുക്ക് വട്ടായിപ്പോവും. എന്തെന്നറിയാൻ വയ്യ. ഇതിർക്കുട്ടൻ അതിൻ്റെ അത് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് പാനിക് ആയിപ്പോയി. ശരിക്കും അവൻ ഇപ്പം കരയുന്ന പോലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പേടിച്ചിട്ട്. പേടിക്കല്ലേ? എന്നെ പേടിപ്പിക്കാതെ എനിക്ക് പേടിയാവുന്ന കേട്ടോ. ഞാൻ പറയുന്ന പോലെ തന്നെ ശരിക്കും എൻ്റെ കിളി പോയ ഒരു എസ്കലേറ്റർ ആയിരുന്നു ഈ കാണുന്നത്. നല്ല സ്റ്റീപ്പായിരുന്നു. തിരിച്ച് നമ്മൾ ബാക്കിലോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ വീണ് പോകുന്നുള്ളൊരു അവസ്ഥയില്ലേ, അതുപോലെയായിരുന്നു. കഴിഞ്ഞോടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എവിടേക്കോ വഴി തെറ്റിയതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു സ്റ്റീപ്പ് എസ്കലേറ്റർ എടുത്തതേ എൻ്റെ ഓർമ്മയിൽ എവിടെയില്ല. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ വന്നപ്പോഴും ഒരു വൻ കോമഡി നടന്നത് ഞങ്ങൾ അറിഞ്ഞത്. കാരണം ഇവിടുത്തെ ലേവറും കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ട്. ഏകദേശം ഇനിയും ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ബോർഡ് ചെയ്യാൻ പോകുന്നത്. അതായത് വീടെത്തുമ്പോൾ ഒരു നട്ടപ്പാതിരത്ത് 2-3 മണിയാവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കഥ പറ, എന്തോന്നത്? ഷിയോ ബൈ. എതിർകുട്ടൻ ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോൾ ശരിക്കും അവൻ്റെ എനർജി കുറച്ച് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം ഓൾറെഡി എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂവും എല്ലാം കൂടെ വന്നിട്ട് കിളി പോയിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ ഈ ലേവറും ഫ്ലൈറ്റ് ഡിലേയും വന്നപ്പോൾ എനിക്ക് വട്ടായിപ്പോയി. അങ്ങനെ ഫൈനലി ഒരു നീണ്ട 2-3 മണിക്കൂർ കഴിഞ്ഞ്, അതായത് ജർമ്മനി ടൈം 11 മണിക്കാണ് ഞങ്ങളുടെ സെക്കൻഡ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത്. തേർഡ് ഫ്ലൈറ്റ്, കിളി പോയെന്നാണ് തോന്നുന്നത്. തേർഡ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തത്. സത്യം പറയട്ടെ, ഈ ഫ്ലൈറ്റ് കയറി ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 1.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആണെങ്കിലും കണ്ണടിച്ച് തുറന്നപ്പോഴത്തേക്കും നമ്മുടെ ക്രാക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനും ഇക്കായും ഈവൻ ഇതിർകുട്ടനും ആ സമയത്ത് ഫ്ലാറ്റായി. നമ്മളൊന്നും അറിയില്ല. കാരണം അവർ കൊണ്ട് ടോഫി വെച്ചതോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം വെച്ചതോ ഒന്നും ഞങ്ങൾ 3 അറിഞ്ഞിട്ടില്ല. ലാൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് ഞങ്ങൾ ക്രാക്കോ എത്തി എന്നുള്ള കാര്യം. ക്രാക്കോ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം നമ്മുടെ ലഗേജ് വരാൻ ഒരുപാട് സമയമെടുത്തു. ഞങ്ങളുടെ ഒരു പെട്ടി മിസ്സിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു പെട്ടി കിട്ടിയത്. ഭാഗ്യത്തിന് ഇത്തവണ ഇതിർകുട്ടൻ്റെ സ്ട്രോളറിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ടാക്സിയൊക്കെ വിളിച്ച് ഞങ്ങളിതാ ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ക്രാക്കോ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലാറ്റ് ഏകദേശം ഒരു 1/2 മണിക്കൂർ ഡിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ. ഇനി വീടെത്തിയിട്ട് വേണം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ. അതിനു മുന്നേ നല്ല വിശപ്പുണ്ട്, ഫുഡും കഴിക്കണം. സേഫായിട്ട് നമ്മൾ വീടെത്തി. റൂമിലെത്തി ഞാൻ അവിടെ ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം നേരെ ഞങ്ങളുടെ ലഗേജിലുണ്ടായിരുന്ന പൊറോട്ടയും അച്ചാറും ഒക്കെ പുറത്തെടുത്തിട്ട് ഇനി അത് കഴിക്കുന്നതാണ് ഞങ്ങളുടെ പരിപാടി. നട്ടപ്പാതിരത്തിൽ 2 മണിയായിട്ടുണ്ട്. എന്നാലും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ അതെടുത്ത് കഴിച്ചിട്ട് ഇനി പോയി കിടന്ന് ഉറങ്ങണമെന്ന്. 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഫുള്ളും കാടായിപ്പോയി. നമ്മൾ വീടൊക്കെ വന്നെത്തി. ഞാൻ കുറച്ച് ബേസിക് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷൊക്കെ ആയിട്ടൊന്ന് ഞാൻ സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ല. ഇനി പോയി മേടിച്ച് സ്റ്റോക്ക് ചെയ്തേക്കണം. എന്നുവെച്ചാൽ പച്ചക്കറി ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. പോയിട്ട് വരാം നമുക്ക്. പച്ചപ്പം ഹരിതാപയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് നല്ല വെയിലും ഉണ്ട്. എന്തിനാണോ ഞാൻ സ്വെച്ച് ആയിട്ടിട്ടുണ്ട് ഇറങ്ങിയത്. ശരിക്കും ഇന്നിവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ വേറെ ഒരു സൂപ്പർ മാർക്കറ്റിൽ തുറക്കില്ല. നമുക്ക് സാപ്ക മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അവിടെ നിന്ന് വേണം എനിക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങൾ മേടിക്കാൻ. അതിനു മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണ്. ആൾ ദൂരം നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് റെക്കോർഡായിട്ടില്ല. അത് മാത്രമല്ല 2 മാസത്തെ വിശേഷം പറഞ്ഞുകൊണ്ട് നിന്ന് കൂട്ടത്തിൽ ഞാൻ ബാക്കി വിഷ്വൽസ് എടുക്കാനും മറന്നുപോയി. ശരിക്കും എനിക്ക് സാപ്കിന്ന് ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കേണ്ടി വന്നില്ല. കാരണം എൻ്റെ ഫ്രണ്ട് തന്നെ എനിക്ക് ഒത്തിരി സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലില്ലാത്ത 1-2 സാധനങ്ങൾ മേടിച്ചിട്ട് ഞാൻ എന്താ ഇപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ? എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. പുതിയൊരു വ്ളോഗായി വരുന്നത് വരെ ബൈ.